ഹലോ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ പഞ്ചാബിലെ അമൃത്സറിലാണുള്ളത്. നമ്മളിവിടെ എത്തി റൂമിലൊക്കെ ചെന്നു, ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ പാർട്ടീഷൻ മ്യൂസിയം ആ ഒരു ഹെറിറ്റേജ് സ്ട്രീറ്റിൻ്റെയൊക്കെ അടുത്തായിട്ടാണ് റൂം എടുത്തിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ നടന്നാണ് പോകുന്നത്. ഈ കാണുന്നതാണ് പാർട്ടീഷൻ മ്യൂസിയം. അപ്പോൾ നമ്മൾ ഇതിൽ നടന്ന് പോകുമ്പോൾ മ്യൂസിയത്തിൻ്റെ ഫ്രണ്ടിലായിട്ട് സിക്ക് ഡ്രസ്സൊക്കെ ധരിച്ച് വാളൊക്കെ ആയിട്ട് ഒരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ അവർ എല്ലാവർക്കും വെള്ളം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് നമ്മളോട് സംസാരിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ അതിൻ്റെ ഓഡിയോ എൻ്റെ ഒന്ന് മിസ്സായി. അവിടുത്തെ പ്രാചീന കാര്യങ്ങളും അവരുടേതായ രീതികളൊക്കെ പറയുകയാണ് ചെയ്തത്. വിൻ്റർ സീസൺ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ആ ഏരിയയിൽ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഈ കാണുന്ന സ്റ്റാച്യുവിൻ്റെ അടുത്തെത്തി. ഇത് മഹാരാജ രഞ്ജിത് സിംഗിൻ്റെ സ്തൂപമാണ്. ഇത് ഫുള്ള് മാർബിൾ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, ഒരുപാട് കൊത്തുപണികളൊക്കെ ചെയ്തുണ്ടാക്കിയിരിക്കുന്ന ഒരു സ്തൂപമാണ്. അപ്പം അതിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറിയിരിക്കുന്നത്. പഞ്ചാബിലെത്തിയ ഏറ്റവും ഫേമസ് ആയിട്ട് കേൾക്കുന്നതാണ് ലസ്സി. അപ്പോൾ നമ്മളും ഒരു ഗ്ലാസ് ലസ്സി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊരു വലിയ ഗ്ലാസ്സിലാണ് കേട്ടോ, ഒരുപാട് പേർക്ക് കുടിക്കാൻ പറ്റുന്ന, 4-5 പേർക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു വലിയ ഗ്ലാസ്സാണ്. ഗ്ലാസ് തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിച്ച് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. ഇത് ആ സ്ട്രീറ്റിൽ തന്നെ അംബേദ്കറിൻ്റെ ഒരു സ്റ്റാച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ നടന്ന് പോവാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് പ്രാവുകളിരിക്കുന്ന ഒരു ഏരിയ കണ്ടു. അവിടെ ഇങ്ങനെ ഭക്ഷണം കൊടുക്കാനും അത് വിൽക്കാനും ഒക്കെ ആയിട്ടും കുട്ടികളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ മക്കൾ പ്രാവിനെയൊക്കെ കണ്ട് കളിപ്പിക്കുന്നതാണ് കാണുന്നത്. അങ്ങനെ നമ്മളൊരു ഓട്ടോറിക്ഷ പിടിച്ച് അട്ടാരി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ പോകുന്ന വഴിയിൽ കണ്ട കാഴ്ചയാണ് ഇത്. കുതിരേൻ്റെ പുറത്ത് ഭാരമൊക്കെ ചെന്ന് നല്ല കൗതുകമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ കാണുന്നത് ഖൽസ കോളേജാണ്. ഗുരുനാനക് യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായ സിഖ് വിദ്യാഭ്യാസ കേന്ദ്രമാണിത്. പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരു രാജകൊട്ടാരം പോലെ തോന്നിക്കുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഈ കാണുന്നത് പഞ്ചാബിലത്തെ ഇന്ത്യ ഗേറ്റ് ആണ്. ഇത് അട്ടാരി റോഡിലാണ് വരുന്നത്. സർദാർ ശ്യാം സിംഗ് അട്ടാരിയുടെ ഓർമ്മയ്ക്കായി പണി കഴിപ്പിച്ചതാണ് ഇത്. പഞ്ചാബി യോദ്ധാക്കളുടെ ത്യാഗത്തിൻ്റെ പ്രതീകമായിട്ടും കൂടിയാണ് ഇത് അറിയപ്പെടുന്നത്. പഞ്ചാബിലെ വിശാലമായ കൃഷിയിടങ്ങളാണ് കേട്ടോ കാണുന്നത്. അങ്ങനെ നമ്മൾ അട്ടാരി റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇത് ഇന്ത്യയിലത്തെ ലാസ്റ്റ് റെയിൽവേ സ്റ്റേഷൻ എന്നറിയപ്പെടുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. കാരണം ഇവിടെ നിന്നാണ് പാകിസ്ഥാനിലേക്ക് ട്രെയിൻ പോയിക്കൊണ്ടിരുന്നതൊക്കെ. ഇപ്പോൾ അതൊന്നും ആ ഒരു സർവീസുകളൊന്നും ഇവിടെ ഇല്ല. ഇവിടെ ഒരു ട്രെയിൻ ഇപ്പോൾ കിടക്കുന്നുണ്ട്. പക്ഷേ അത് കുറേ നാളുകളായിട്ട് അങ്ങനെ കിടക്കുന്ന ഒരു ട്രെയിനാണെന്ന് തോന്നുന്നു. ആരും തന്നെ ഇല്ല, നമ്മളൊഴികെ വേറെ ആരും അവിടെ അങ്ങനെ ഇല്ല. ഇവിടെ നിന്ന് പാകിസ്ഥാനിലേക്കും പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്കും ആളുകൾ വന്നു പോയിരുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണിത്. ഇമിഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉള്ളൊരു റെയിൽവേ സ്റ്റേഷനായിരുന്നു ഇത്. സ്വാതന്ത്ര്യത്തിന് ശേഷം ഒരുപാട് ആളുകളുടെ മരണത്തിന് കാരണമായ സംഭവങ്ങളൊക്കെ ഉണ്ടായൊരു റെയിൽവേ സ്റ്റേഷനും കൂടിയാണിത്. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് വാഗാ ബോർഡറിലാണ്. വാഗാ ബോർഡറിൽ എത്തിയ ഉടനെ തന്നെ ഇങ്ങനെ മുഖത്തൊക്കെ ത്രിവർണ്ണ പതാകേൻ്റെ പെയിൻ്റൊക്കെ ചെയ്യുന്ന ഒരുപാട് പേരൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു സെറിമണിയൊക്കെ നടക്കുന്ന ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾക്ക് അതിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാൻ കഴിയുക. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഒരു ഇന്ത്യയുടെ വലിയൊരു ഫ്ലാഗ് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ആ മെയിൻ സെറിമണിയൊക്കെ നടക്കുന്ന ആ ഏരിയയിലേക്ക് എൻ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ കാണാം ആ പാകിസ്ഥാൻ്റെ ഫ്ലാഗ്, ആ ഏരിയ, പാകിസ്ഥാനികളൊക്കെ ഇരിക്കുന്നു. അതൊക്കെ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീലിങ്സാണ് കേട്ടോ നമുക്ക് വരാം. അത്ര അടുത്ത് പാകിസ്ഥാനികളെ കാണുന്നു. അപ്പോൾ വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇവിടെ ഇരിക്കുന്ന ഓരോ ഇന്ത്യക്കാരിലും ഒരു പ്രത്യേക തരത്തിലുള്ള ആ രാജ്യസ്നേഹത്തിൻ്റെ പ്രത്യേക ഒരു ഫീലിംഗ് ആയിരിക്കും കേട്ടോ. തൊട്ടടുത്ത് തന്നെയാണ് പാകിസ്ഥാൻ ആളുകളൊക്കെ കാണാൻ പറ്റും. അവിടുത്തെ ഓഡിയൻസായിട്ട് അവിടുത്തെ പാകിസ്ഥാനികൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരെയൊക്കെയും കണ്ടുകൊണ്ട് ഇരിക്കുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് ആണ്. അതെന്താ പറഞ്ഞ് നമുക്ക് അറിയിക്കാൻ പറ്റില്ല. പിന്നെ നമ്മളുടെ ഇന്ത്യൻ്റെ സൈഡിൽ ഫുള്ള് ഗാലറിയും ഫുള്ളായിട്ടിരിക്കുകയായിരുന്നു കേട്ടോ.
ആ ഒരു മുകളിലത്തെ കുറച്ച് ഭാഗം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ബാക്കി എല്ലാ പോർഷനിലും ഫുള്ള് ഇന്ത്യക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയായിരുന്നു. ഈ കാണുന്നത് പാകിസ്ഥാൻ്റെ ഏരിയയാണ്. പാകിസ്ഥാനിലത്തെ ആളുകളാണ് അവിടെ ഇരിക്കുന്നത് എല്ലാവരും. അവിടെയും ഈ പരേഡിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സെറിമണിയൊക്കെ അവിടെയും നടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വരുന്നത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷമാണ്. എന്നിട്ട് പോലും നമ്മളുടെ ഇന്ത്യയുടെ സൈഡിൽ നിന്നൊക്കെ ഒരുപാട് കാണികൾ ഉണ്ടായിരുന്നു ഇന്ത്യക്കാരായിട്ട്. കമ്പാരിറ്റീവ്ലി പാകിസ്ഥാൻ്റെ സൈഡിലെ ആളുകൾ കുറവായിരുന്നു. ഇന്ത്യൻ്റെ സൈഡിൽ നോക്കുമ്പോൾ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പോലത്തെ ഒരു ഫീലിംഗ് ആണ്. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലിംഗ് വരും. പിന്നെ ഓരോ സെറിമണീൻ്റെ ഇടയ്ക്കും അവിടുത്തെ ഒരു ഉദ്യോഗസ്ഥൻ വന്ദേ ഭാരതം പറയും. അപ്പോൾ നമ്മളത് ഏറ്റു പറയുന്നതും വനിതാ ഉദ്യോഗസ്ഥരുടെ പ്രകടനത്തോടു കൂടിയാണ് കേട്ടോ ഈ സെറിമണി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലിംഗ് ആണ്. എന്താ പറയുക, ഒരു രോമാഞ്ചം ഉണർത്തുന്ന രീതിയിലുള്ളൊരു പ്രത്യേക ഫീലിംഗ് ആണ്. കാരണം അപ്പുറത്ത് പാകിസ്ഥാനികൾ ഇരിക്കണു, അപ്പോഴാണ് നമ്മളുടെ വന്ദേ ഭാരതം നമ്മൾ പറയുന്നത്. എനിക്ക് വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം നമ്മൾ പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു ഫീലിംഗ് തന്നെയായിരുന്നു. ഈ ഒരു സെറിമണി കാണാൻ വേണ്ടിയിട്ട് ഇവിടെ എൻട്രി ഫീസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് ഇവിടെ വരെ എത്താനുള്ള ഒരു ചിലവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെറിമണിയുടെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സാധാരണയായിട്ട് ഇവിടെ സെറിമണിയുടെ അവസാനം രണ്ട് ഭാഗത്തു നിന്നുള്ള ഗേറ്റുകളും ഓപ്പൺ ചെയ്തിട്ട് ഹസ്തദാനമൊക്കെ കൊടുത്ത് അങ്ങനത്തെ ഒരു സെറിമണി കൂടി ഇവിടെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതൊക്കെ ഇപ്പോൾ നടത്തുന്നില്ല. ഫ്ലാഗ് ഓഫ് ചെയ്ത് സെറിമണി അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എല്ലാവരും കഴിഞ്ഞപ്പോൾ ആ പരേഡ് ചെയ്ത ഉദ്യോഗസ്ഥന്മാരായിട്ട് നിന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണ് ഇപ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ സെറിമണിയെല്ലാം കണ്ട് വളരെ സന്തോഷത്തോടെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോവുമായിട്ട് വേറൊരു ദിവസം വരാം. താങ്ക്